ഗ്രോ ആൻഡ് ഗ്രോ അപ്പ്. ഒരുപാട് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്ന ഒന്നാണ് ഗ്രോ ആൻഡ് ഗ്രോ അപ്പ്. അതിൻ്റെ ഉപയോഗം, ഗ്രോ എവിടെ ഉപയോഗിക്കും, ഗ്രോ അപ്പ് എവിടെ ഉപയോഗിക്കും എന്ന് കൃത്യമായി അറിഞ്ഞാൽ അങ്ങനെ മിസ്റ്റേക്ക് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ലെസൺ അതാണ്. ഗ്രോ എന്ന് നമ്മൾ പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ സൈസ്, എമൗണ്ട്, ക്വാളിറ്റി, സ്ട്രെങ്ത് ഓർ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഒരു സൈസിൽ ഒരു വർധനവ് ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്നു, അതല്ലെങ്കിൽ ഒരു പ്രാധാന്യത്തിൻ്റെ കാര്യം ആണെങ്കിൽ അതിന് ഒരു ഇംപ്രൂവ്മെൻറ്റ് വരുന്നു, അതിനൊരു വളർച്ചയുണ്ടാകുന്നു. അവിടെയൊക്കെയാണ് ഗ്രോ ഉപയോഗിക്കുന്നത്. ഗ്രോ എന്നത് ഒരു വേർബാണ്. അതേസമയം ഗ്രോ അപ്പ് എന്ന് ഉപയോഗിക്കുന്നത് അതൊരു ഫ്രേസൽ വേർബാണ്. പക്ഷെ അതിൻ്റെ മീനിങ് അങ്ങനെ സൈസിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസിൽ ഒരു ഇൻക്രീസ് വരിക, അങ്ങനെയൊന്നും അല്ല. ഒരു ചൈൽഡ്, ഒരു കുട്ടി അഡൾട്ട് ആയിട്ട് മാറുക, അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് ഗ്രോ അപ്പ് എന്ന് ഉപയോഗിക്കാം. ടു ഡെവലപ്പ് ഫ്രം എ ചൈൽഡ് ടു ആൻ അഡൽട്ട്, അതല്ലെങ്കിൽ ടു മെച്യൂർ ഇമോഷണലി ഓർ മെൻ്റലി. ഇമോഷണലായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുക, മെൻ്റലി ഒരു ഗ്രോത്ത് ഉണ്ടാവുക, അതിനെയൊക്കെയാണ് ഗ്രോ അപ്പ് ഉപയോഗിക്കുന്നത്. മൈ ബിസിനസ് ഗ്രൂ അപ്പ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ബിസിനസ് എങ്ങനെയാണ് ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഗ്രോത്ത് ഉണ്ടാവുക? അപ്പോൾ മൈ ബിസിനസ് ഗ്രൂ അപ്പ് എന്ന് പറഞ്ഞാൽ അത് റോങ് തന്നെയാണ്. മൈ ബിസിനസ് ഗ്രൂ എന്നാണ് പറയേണ്ടത്. ഗ്രോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗ്രൂ. സാധാരണ ആളുകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസിനെ പറ്റി പറയുമ്പോഴൊക്കെയാണ് ഗ്രോ അപ്പ് ഉപയോഗിക്കുന്നത്. റിനു ഈസ് ഗ്രോയിങ് ഫാസ്റ്റ്. അത് തെറ്റാണ്. ഗ്രോയിങ് അപ്പ് ഫാസ്റ്റ്. റിനു ഈസ് ഗ്രോയിങ് അപ്പ് ഫാസ്റ്റ്. നോക്കൂ, ഗ്രോ അപ്പ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു കുട്ടി വലുതാവുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. മൈ പ്ലാന്റ്സ് ആർ ഗ്രോയിങ് സോ ഫാസ്റ്റ്. ഇവിടെ ഗ്രോയിങ് അപ്പ് അല്ല, ഗ്രോയിങ്. കാരണം അവിടെ അതിൻ്റെ ഒരു സൈസ് ഇൻക്രീസ് ആവുന്നു, അത് ടോളർ ആവുന്നു എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്ലാന്റ്സ് ഗ്രോ ഇൻ ദ സൺ. ഗ്രോ അപ്പ് അല്ല. ഷീ ഈസ് ഗ്രോയിങ് ഹെർ കോൺഫിഡൻസ്. ഷീ ഈസ് ഗ്രോയിങ് ഹെർ കോൺഫിഡൻസ്. ഇവിടെ ആ ഒരു കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നു എന്നാണ്. മൈ വൊക്കാബുലറി ഈസ് ഗ്രോയിങ് സോ ഫാസ്റ്റ്. എൻ്റെ വൊക്കാബുലറി, എൻ്റെ പദസമ്പത്ത് കൂടുതൽ ഗ്രോ ആവുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വൊക്കാബുലറി ആവുന്നു എന്നർത്ഥം. അതിൻ്റെ സൈസ് കൂടുന്നു. കിഡ്സ് ഗ്രോ ഫാസ്റ്റ്. റോങ്. കിഡ്സ് ഗ്രോ ഫാസ്റ്റ്. ഐ നീഡ് ടു ഗ്രോ അപ്പ് മൈ ബിസിനസ്. റോങ്. ഐ നീഡ് ടു ഗ്രോ മൈ ബിസിനസ്. സാധാരണ ആളുകൾ ചോദിക്കാറില്ലേ, വേർ ഡിഡ് യു ഗ്രോ അപ്പ്? വേർ ഡിഡ് യു ഗ്രോ അപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് ചെറുപ്പം മുതൽ വളർന്നത്? ചെറുപ്പകാലം എവിടെയായിരുന്നു? വേർ ഡിഡ് യു ഗ്രോ അപ്പ്? ഐ ഗ്രോ അപ്പ് ഇൻ കേരള. വാട്ട് അബൌട്ട് യു? അവിടെയൊക്കെ ഗ്രോ അപ്പ് ആണ്. പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. വെൻ ഐ ബ്ലാങ്ക് ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. അവിടെ എന്താ വേണ്ടത്? ഗ്രോ അപ്പ്. വെൻ ഐ ഗ്രോ അപ്പ്. അവർ ടീം ഈസ് ഗ്രോയിങ് സ്ട്രോങ്ങർ. ഗ്രോയിങ് അപ്പ് അല്ല. അവർ ടീം. ആസ് ഹി ബ്ലാങ്ക് ഇൻ എ സ്മോൾ വില്ലേജ്. Nobody expected his small business to blank into a big company. ഇവിടെ ഈ ബ്ലാങ്ക് സ്പേസസിൽ വേണ്ടത് എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതൂ.